ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇത്ര നരച്ച മുടിയാണെങ്കിൽ പോലും കറപ്പാകാൻ ഇതൊന്ന് തൊട്ട് നോക്കും. വളരെ നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു ടിപ്പാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. പേസ്റ്റ് ശരിക്കും ഞെട്ടിക്കുക, അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന സൂപ്പർ കിടക്കാച്ച സൂത്രമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ നാച്ചുറലായിട്ട് നമുക്ക് കെമിക്കൽ ഒന്നുമില്ലാതെ തന്നെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിൻ്റെ കൂടെ തന്നെ വളരെ ഉപകാരപ്പെടുന്ന വീട്ടമ്മമാർക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന കുറച്ച് കിച്ചൺ ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം കേട്ടോ. അതിനായിട്ട് ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം. ഇപ്പം ഞാൻ എലിശല്യം വളരെ കൂടുതലുള്ളൊരു സമയമാണ്. കാലത്ത് എലിശല്യം വളരെ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റിയല്ലേ? വിഷാംശങ്ങളൊന്നുമില്ലാതെ നമ്മുടെ വീട്ടിലുള്ള എലിശല്യത്തിലേക്ക് തുരത്താനും പാറ്റാപ്പള്ളിനെയൊക്കെ തുരത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തു നോക്കാം. ഇത് കണ്ടില്ലേ, കപ്പയുടെ ഒരു കഷ്ണം കൊണ്ടിട്ട് ഞുറുക്കി ഇട്ടിരിക്കുകയാണ് ഇതിൻ്റെ അടിയിൽ. അപ്പോൾ ഇതിനെ വീട്ടിൻ്റെ അകത്തൊന്നും വിഷാംശങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് തുരത്താൻ പറ്റും. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് നമ്മുടെ പച്ചമുളകിൻ്റെ തണ്ടുണ്ടല്ലോ, ആ ഒരു തണ്ടാണ് ഇടുന്നത്. കുറച്ച് തണ്ടുകൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വിനാഗിരിയുടെ ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഇത് വിനാഗിരിയിൽ നമ്മുടെ പച്ചമുളകിൻ്റെ തണ്ടിട്ട് വെക്കുമ്പോൾ നല്ലപോലെ അബ്സോർവ് ആവുകയും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഗ്യാസ് പ്രത്യേക രീതിയിൽ ഭയങ്കരമായിട്ട് എരിയുന്ന തരത്തിലുള്ള ഗ്യാസ് വരികയും ചെയ്യും. നമ്മുടെ ഇതിന് ഈ പച്ചമുളകിൻ്റെ ഒരു ഗ്യാസ് വിനാഗിരി കുതിരുമ്പോഴുള്ള ഒരു സംഭവമാണ്. ഭയങ്കര സ്മെല്ലായിരിക്കും അതിനൊക്കെ. ആ ഒരു സ്മെല്ലടിച്ചിട്ട് ആ ഒരു വശത്തോട്ട് പോലും എരി പല്ലിപ്പാറ്റ ഒന്നും വരത്തില്ല കേട്ടോ. എനിക്ക് ആ ഒരു സൈഡിൽ മാത്രമുള്ളായിരുന്നു. പച്ചക്കറിയൊക്കെ വെക്കുന്ന ഒരു സൈഡിൽ മാത്രമാണ് എരിയുടെ ശല്യം. പിന്നെ ഇതിങ്ങനെ ചെയ്ത് കൊടുത്താൽ പിന്നെ കുറച്ച് ദിവസം അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. അവിടെ ഒരു എരിശല്യം ഉണ്ടായിട്ടേ ഇല്ല കേട്ടോ. അടിപൊളി റിസൾട്ടാണ്. ആദ്യം അവിടെ നിന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കൈ കൊണ്ടൊന്ന് നെബിടിയേറ്റ ശേഷം അതിൽ വരുന്ന ആ ഭാഗങ്ങൾ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അടിപൊളി റിസൾട്ടാണ്. ഇങ്ങനെ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇപ്പം നമ്മുടെ വീടുകളിൽ ഒരുപാട് പഴയ ചുരിദാറുകൾ അതുപോലെ തന്നെ നൈറ്റികളൊക്കെ എല്ലാവർക്കും കാണില്ലേ. ഒത്തിരി ഉപയോഗിക്കാതെ നമ്മൾ കീറി കളയുക അല്ലെ എടുത്ത് കത്തിച്ച് കളയുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ നമുക്ക് നമ്മുടെ വീട്ടിൽ ഈ കുറച്ച് പഴയ നൈറ്റി ചുരിദാറും ഉണ്ടെങ്കിൽ അടിപൊളി കുറച്ച് മാറ്റുകൾ തയ്യാറാക്കിയിടാം. അത്രയ്ക്ക് നല്ല രസം. കാശ് കൊടുത്ത് 5 പൈസ മുടക്കില്ല, നമുക്ക് ചെയ്യുകയും തയ്ക്കുകയും വേണ്ട. അപ്പോൾ നമുക്ക് തയ്ക്കാതെ തന്നെ കൈ സൂചിയും കൊണ്ട് ചെയ്യാം, മെഷീനൊന്നും ചവിട്ടുമൊന്നും വേണ്ട. അപ്പോൾ ഞാനിപ്പോൾ ഒരു പഴയൊരു നൈറ്റിയാണ് എടുത്തിട്ടിരിക്കുന്നത്. അതേ ഒരു നൈറ്റി ഈ മടക്കുന്ന രീതി നിങ്ങൾക്ക് കണ്ടു നോക്കും. ഇതേ രീതിയിൽ മടക്കിയിടുക. കാര്യം ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ വേണം മടക്കിയിടാൻ. കാര്യം ഒറ്റ നീളത്തിലെല്ലാം നൈറ്റി ഒരു ചെരിവ് പോലെയില്ലേ. അപ്പോൾ അതിന് കറക്റ്റായിട്ടൊന്ന് നീളത്തിലൊന്ന് മടക്കിയിട്ട് കൊടുക്കുക. അത് ഇതേ രീതിയിലൊന്ന് മടക്കിയിട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ 2 കൈ ഉള്ളിലേക്ക് മടക്കി വെക്കുക. ഈ ഒരു രീതി കാണുന്ന രീതിയിൽ തന്നെ ഇതേ രീതി ഞാൻ കാണിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഉള്ളിലേക്ക് മടക്കി വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസ് എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. കണ്ട ഈ ഒരു രീതിയിൽ മടക്കിയിട്ടതിന് ശേഷം പിന്നെ പതുക്കെ അത് ഫുള്ളായിട്ട് അങ്ങേ അറ്റം വരെ ആ നൈറ്റിയുടെ അറ്റം വരെ ഒന്ന് മടക്കിയിടുക. കംപ്ലീറ്റ് ഇങ്ങനെ ആക്കിയിടുക. ഇത്രേ ഉള്ളൂ. നമ്മുടെ ചവിട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ഇങ്ങനെ ഉപയോഗിച്ചാൽ പിന്നെ അത് നൈറ്റിയുടെ രൂപത്തിൽ തന്നെ നമുക്ക് തയ്ക്കാതിട്ടാൽ ശരിയാതില്ലല്ലോ. അതുകൊണ്ട് സൂചി നൂലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ 4 വശവും സൂചി നൂലും കൂടെ തയ്ച്ചെടുക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മുടെ നൈറ്റിയുടെ കയ്യും കഴുത്തും ഇരിക്കുന്ന ഭാഗം തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടി നടുക്കൂടെ ഒരു തയ്യലൂടെ കൊടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ കണ്ടില്ലേ, ഈ അറ്റം 4 വശനെ കൈകൊണ്ട് കാണുന്ന രീതിയിൽ നിങ്ങൾക്ക് മെഷീനിൽ വേണേൽ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ സൂചി നൂല് മാത്രം മതി. എന്നിട്ട് ഇത് നടുക്കൂടെ തന്നെ കോണായിട്ടോ ത്രികോണമായിട്ടോ നിങ്ങൾക്ക് എങ്ങനെ വേണേൽ തയ്ച്ചാണെങ്കിലും എടുക്കാം. ഇപ്പം ഞാൻ എൻ്റെ മെഷീനിൽ തന്നെയാണ് തയ്ച്ചെടുക്കുന്നത് കേട്ടോ. ആദ്യം നടുഭാഗത്ത് വെച്ച് ഒന്ന് കംപ്ലീറ്റ് ഒന്ന് നേരെ അടിച്ചു കൊടുക്കുന്നുണ്ട്. കാര്യം ഇത് വിട്ടു പോകാതിരിക്കാൻ വേണ്ടി. നമുക്ക് 4 സൈഡും തയ്ക്കുമ്പോഴത്തേക്കും നടുവെന്നുള്ള നമ്മുടെ ആ കഴുത്തിൻ്റെ കൈയുടെ ഒക്കെ ഉൾഭാഗം അകത്തായത് കാരണം പിന്നെ ഇളകിപ്പോകാതെ അത് നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വിട്ട് വരാതിരിക്കാൻ വേണ്ടി നടുക്കൂടെ ഒന്ന് തയ്ച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇങ്ങനെ നീളത്തിലല്ല ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് കണ്ടില്ല, കുറച്ച് നൈറ്റിയുടെ താഴ്ഭാഗത്ത് ഇച്ചിരി വീതി ഉള്ളത് കാരണം അതും കൂടെ ഇതിനോട് ചേർത്ത് വെച്ചിട്ട് ഇന്ന് അടിച്ചിട്ട് 4 വശവും ഒന്ന് അടിച്ചെടുക്കുക. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കണ്ടോ, ഈ ഒരു ലെവലിൽ ആ ഒരു മടക്ക് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ബാക്കി കറക്റ്റായിട്ട് തയ്ക്കാൻ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കോണായിട്ട് ത്രികോണമായിട്ട് എങ്ങനെ വേണേൽ തയ്ച്ചു എടുക്കാം. അപ്പോൾ നമ്മുടെ ബാത്റൂമിൻ്റെ പടി കാര്യം കുട്ടികളൊക്കെ 24 മണിക്കൂർ കയറിയിട്ട് നമ്മൾ ഒരുപാട് ചവിട്ടി മേടിച്ച് മടുത്തവരായിരിക്കും അല്ലേ, എപ്പോഴും നനഞ്ഞ് കിടക്കും. അപ്പോൾ നമുക്കൊന്ന് മാറണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ പഴയ നൈറ്റ് നമ്മുടെ വീടിനുള്ളിലല്ലേ ആരും കാണത്തില്ലല്ലോ. വീടിനുള്ളിലാകുമ്പോഴത്തേക്കും ബാത്റൂമിൻ്റെ സൈഡിലൊക്കെ ആകുമ്പോൾ നമുക്ക് ചവിട്ടി തൂക്കാനും കോട്ടൺ തുണിയാണ് ഏറ്റവും നല്ലത്. നമുക്ക് സിമ്പിളായിട്ട് തയ്ച്ച് ഇടുകയും ചെയ്യാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇത് ചുരിദാറും കൊണ്ട് അതേ രീതിയിൽ തന്നെ ഞാൻ ചെയ്ത പോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത ടിപ്പ്.
ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഒരു ഇരുമ്പ് തവാണ് ഞാൻ ഇവിടെ മേടിച്ചത്, ഒരു കടായിയാണ് ഇവിടെ മേടിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇരുമ്പ് തവയിൽ കറിവെക്ക് മുട്ടപ്പൊരിക്കൊക്കെ ചെയ്യാൻ അതിൻ്റെ സ്വാദൊന്നും വേറെയാണ് കേട്ടോ. നമ്മൾ നോൺ സ്റ്റിക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പല വിഷാംശങ്ങളും ഉള്ളത് കാരണം നമ്മൾ അങ്ങനെ നോൺ സ്റ്റിക്ക് മേടിക്കാതിരിക്കുകയാണ് നല്ലത്. ഞാൻ മേടിക്കുന്നത് ഫുള്ളും ഇങ്ങനത്തെ ഇരുമ്പ് തവയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പുതിയതാകുമ്പോഴത്തേക്ക് നമുക്ക് നോൺ സ്റ്റിക്ക് പോലെ നമുക്ക് ഈ ഒരു പാത്രം മാറ്റിയെടുക്കാം. അതിനായിട്ട് ഇപ്പം വേറൊന്നും നമ്മൾ കഞ്ഞിവെള്ളത്തിയിട്ട് പഴക്കോ എടുക്കോ ഒന്നും മേടിച്ച് ചിലർ ചേമ്പന്താൾ വെട്ടിയിട്ടിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ച് വെക്കുന്നവരുണ്ട്, അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുന്നവരുണ്ട്. ഇതൊന്നും നമുക്ക് ചെയ്യേണ്ട കാര്യം നമ്മുടെ വീട്ടിൽ ഈ ഒരു പേസ്റ്റ് മാത്രം മതി. ഏത് പേസ്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒന്ന് ഇതിലെല്ലാം ഒന്ന് ഒഴിത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിപ്പോൾ കയ്യിലോട്ട് തന്നെ നോക്കിയാൽ അതിൻ്റെ അകത്ത് അഴുക്കില്ല, ഈ ഇരുമ്പ് ചട്ടിക്കകത്ത് ഒരു അഴുക്കുണ്ട്, അത് നമ്മുടെ കയ്യിൽ കറുത്തിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ട ഈ ഒരു ഇത് എങ്ങനെ തന്നെ നിങ്ങൾ ഉപയോഗിക്കരുത്, ഇത് വിഷാംശമാണ്, നമ്മുടെ ഉള്ളിലൊന്നും പോകാൻ പാടില്ല. അപ്പം നമുക്ക് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ എന്നിട്ട് ചെറിയൊരു സ്ക്രബ്ബർ കൊണ്ട് ഒന്ന് ഉരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് കഴുകി എടുത്തതിന് ശേഷം സിമ്പിളായിട്ട് നമുക്കൊരു മുട്ട പൊരിച്ചാൽ കാണാം, ഇളകി പെട്ടെന്ന് വരികയും ചെയ്യും. നല്ല അടിപൊളി ടേസ്റ്റുമായിരിക്കും. ഇരുമ്പ് ചട്ടിയിൽ നമുക്ക് ഇതിനകത്ത് താളിക്കാൻ വേണ്ടിയിട്ടാണ്, കറിയൊക്കെ താളിക്കാൻ വേണ്ടി ചെറിയ ചട്ടിയല്ലേ നമുക്കിവിടെ ആവശ്യം, ഇരുമ്പ് ചട്ടി. അതിനാണ് അത് മേടിച്ചത്. കണ്ടില്ല, സിമ്പിളാണ്. അപ്പോൾ നല്ലപോലെ കഴുകി നല്ല ക്ലീൻ ആയിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പേസ്റ്റ് കൊണ്ട് തൊട്ടാൽ മാത്രം മതി. നമ്മൾ ഇതിനായിട്ട് ഒരുപാട് ദിവസം ഒന്നും വെള്ളത്തിയിട്ട് കഞ്ഞിവെള്ളത്തിയിട്ട് മുക്കോ ഒന്നും വേണ്ട കേട്ടോ. ചിലരൊക്കെ കഞ്ഞിവെള്ളത്തിൽ ഇട്ടങ്ങ് വെച്ചേക്കും, കാര്യം ഇതെന്ന് തുരുമ്പൊക്കെ പോയി കിട്ടാനായിട്ടും അതിൻ്റെ ഇതുപോലെ നല്ല മയമായിട്ട് വരാനുണ്ട്. പക്ഷെ ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ, അടിപൊളി മയമാണ്. അതിനുശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ടിഷ്യൂ പേപ്പർ കൊണ്ട് ഒന്നും കൂടി ഇത് തുടച്ചെടുക്കണം. അതിനുശേഷം ഒന്നുകൂടെ കഴുകണം. എന്നിട്ട് ഇത് കണ്ടില്ലേ, മുട്ട പൊരിച്ചെടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം മുട്ട പൊരിച്ചെടുത്ത് സിമ്പിളായിട്ട് ഇളകി വരികയും ചെയ്യും. ഇതിനകത്ത് പൊടി അടുക്കെല്ലാം നേരത്തെ നമ്മൾ ക്ലീനാക്കി കളഞ്ഞായിരുന്നു. അതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ലാതെ തന്നെ നമുക്ക് മുട്ടയൊക്കെ സിമ്പിളായിട്ട് കണ്ട ഇതിനകത്ത് ദോശ വരെ ചുട്ടെടുക്കുക. അത്രയ്ക്ക് നല്ല രീതിയിലുള്ള അടിപൊളി ഒരു പാത്രമാണ്. നോൺ സ്റ്റിക്ക് ഒന്നും മേടിക്കാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഇത് ഇങ്ങനത്തെ കടായി മേടിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് നോൺ സ്റ്റിക്ക് പാത്രം പോലെ തന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് മേടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. പേസ്റ്റ് കൊണ്ട് നല്ലപോലെ ഒന്ന് തേച്ച് ഒരു 5 മിനിറ്റ് മാത്രം വെച്ചാൽ മതി, അടിപൊളി റിസൾട്ട് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് കണ്ട് കഴിയിട്ട് ഈ ഒരു വെള്ളത്തോടു കൂടി നമ്മൾ വെക്കരുത്. പിന്നെ ഇതിനകത്ത് നമ്മൾ വെക്കുമ്പോൾ തുടച്ചിട്ട് ഇച്ചിരി ഓയിൽ തേച്ച് കൊടുത്തതിന് ശേഷം മാത്രമേ ഇങ്ങനത്തെ ഇരുമ്പ് പാത്രങ്ങൾ സൂക്ഷിക്കാവൂ കേട്ടോ, അല്ലെങ്കിൽ തുരുമ്പ് പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അതുകൂടെ ശ്രദ്ധിക്കണേ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇപ്പോൾ ഒരു ഇരുമ്പ് ചട്ടിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്, അപ്പം ചുട്ട ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ നമ്മുടെ നെല്ലിക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ കരിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ ഉണ്ടാകുന്ന അകാല നര കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഉണ്ടാകുന്ന നര 80 വയസ്സിലാണേലും മുടി നരയ്ക്കത്തില്ല. അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. പെർമനൻ്റ് ആയിട്ട് നമുക്ക് മുടി കറുപ്പിക്കാനായിട്ട് പറ്റിയ ഇതിൽ നിങ്ങൾ സ്ഥിരം യൂസ് ചെയ്യുവാണെങ്കിൽ അടിപൊളി റിസൾട്ടാണ്. മുടി നര മാറാനും അതുപോലെ മുടി ആർത്തി കിളുക്കാനും താരം പോകാനും സ്കാൽപ്പ് ക്ലീൻ ആകാനും വളരെ നല്ലതാണ്. അലർജിയൊക്കെ ഉണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി അലർജിനെ എല്ലാം മാറ്റുന്നതാണ്. ചെറിയ ചെറിയ ഫംഗസ് പോലെ കാര്യങ്ങളൊക്കെ നമ്മുടെ തലയ്ക്കുള്ളിൽ ചൊറിച്ചിലൊക്കെ വരും, പൊട്ടുമൊക്കെ ചെയ്യും, അതൊക്കെ മാറാനും മഞ്ഞൾപ്പൊടി അടിപൊളിയാണ്. അതിൻ്റെ കൂടെ നെല്ലിക്കാപ്പൊടിയും കൂടി ചേർക്കുമ്പോൾ നമ്മുടെ മുടിക്ക് അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നരച്ച മുടി മാറാൻ വേണ്ടി നമുക്ക് കെമിക്കലൊന്നും മേടിക്കാതെ തന്നെ, കെമിക്കൽ അടിക്കാതെ തന്നെ ഇങ്ങനെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ മുടി നല്ല സംരക്ഷിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. നല്ലപോലെ കത്തിക്കരിഞ്ഞ് തന്നെ വരണം. അതുപോലെ തന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിലൊന്ന് പ്രസ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണേ. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്നാണ് കാണുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്നാണ് എൻ്റെ വീഡിയോ കാണുന്നത്, ആ സ്ഥലത്തിൻ്റെയൊക്കെ പേര് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. എന്നിട്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് കരിച്ച് ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട്. ഇച്ചിരി ഫ്ലെയിമും കുറച്ചിട്ടിട്ട് വേണം കരിച്ചെടുക്കാൻ. ഒരുപാട് കത്തിക്കരിഞ്ഞൊന്നും പോകണ്ട, എന്നാലും ഒരു കരിഞ്ഞതുപോലെ ആവുകയും വേണം. ഇത് കണ്ടില്ലേ, ഇതേ രീതിയിൽ ഒന്ന് കരിച്ച് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറുമ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ബൗളിലേക്കാണ് മാറ്റി കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഒരുപാട് ഇങ്ങനെ റെഡിയാക്കി വെക്കുവാണെങ്കിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഇപ്പം ഒരു ആവശ്യത്തിന് മാത്രം ഒരു ബൗളിലേക്ക് ഇപ്പം മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതനുസരിച്ച് നിങ്ങൾ എടുക്കുക. പിന്നെ ഇവിടെ കുറച്ചൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാമെന്ന് ഞാൻ പറയാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ആവണക്കെണ്ണ ഉപയോഗിച്ചിട്ട് നമ്മുടെ തലമുടിയിലേക്ക് അപ്ലൈ ചെയ്യാം. എണ്ണമയമില്ലാത്ത മുടിയിലേക്ക് വേണം അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ. അത് നമ്മൾ ഡെയിലി കുളിക്കുന്ന മുമ്പ് ചെയ്യുവാണെങ്കിൽ മുടിക്ക് നല്ല രീതിയിൽ വളർച്ച ഉണ്ടാകാനും മുടി നല്ല സമൃദ്ധമായിട്ട് വളരുകയും ചെയ്യും, നര മാറാനും സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, വേറൊരു പാത്രത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന രീതിയാണിത്. നമ്മുടെ 1 ടീസ്പൂണിലേക്ക്
കറ്റാർവാഴ ജെല്ലാണ് എടുത്തിരിക്കുന്നത്. നെറ്റി നര മുതൽ നമ്മുടെ മുടിക്കുള്ളിലാണെങ്കിൽ നല്ല നരയുണ്ടെങ്കിൽ പോലും നമുക്കത് മറച്ചു വെക്കാൻ സഹായിക്കുന്നതാണിത്. അതുമാത്രമല്ല ഇങ്ങനെ നമുക്ക് തലയിൽ തേച്ചിട്ട് നമുക്ക് പുറത്തും പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് തലയിൽ തേച്ചുകൊണ്ടൊന്ന് പുറത്തൊക്കെ പോകണമെങ്കിൽ നമ്മുടെ തുണിയിലോ ഷാളിലോ ഒന്നും ഒട്ടിപ്പിടിക്കത്തുമില്ല. ഇങ്ങനെ തേച്ചതിന് ശേഷം നിങ്ങളുടെ നരച്ചുമുടിയുള്ള ഭാഗം എവിടെയാണോ അങ്ങോട്ട് തേച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു ചീപ്പ് കൊണ്ട് നിങ്ങൾ എങ്ങനെയാണോ മുടി ഈരി കെട്ടുന്നത് ആ രീതിയിൽ തന്നെ മുടി ഈരി കെട്ടിയിട്ട് നമുക്ക് അത്യാവശ്യം കൊണ്ട് പുറത്ത് പോകണമെങ്കിൽ നമ്മുടെ തലയിലൊക്കെ ഷാൾ ഇടുന്ന ആൾക്കാരാണെങ്കിൽ ആ തുണി പോലും പിടിക്കത്തില്ല. ഇതിലൊക്കെ വീഡിയോസൊക്കെ ഞാൻ അങ്ങനെ പുറത്ത് പോകുന്ന രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണേ. കണ്ടില്ലേ, ഈ ഒരു നിറം നമ്മുടെ നരച്ച മുടി മറയ്ക്കാൻ സഹായിക്കുന്നതാണ്. അതുമാത്രമല്ല നമുക്ക് തുടർച്ചയായിട്ട് ഇത് ചെയ്യുവാണെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം നിങ്ങൾ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ കെമിക്കലൊന്നും മേടിക്കാതെ നമുക്ക് നല്ലപോലെ നമ്മുടെ മുടി കട്ട കറുപ്പാക്കി എടുക്കാനും മുടി വളരാനും സഹായിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.